ലോകത്ത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആംബിബിയനുകളാണ് ഇവ. അക്വേറിയം പ്രേമികളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഇതെന്ന് പറഞ്ഞത്. വെറൈറ്റികൾ തേടിയുള്ള ഈ ഒരു യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ദുബായിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അക്വേറിയത്തിലാണ്. ഡിഫറെൻറ്റ് ഫിഷസ്, ആംബിബിയൻസ്, സ്പീഷ്യസ് എല്ലാം ഈ ഒരു അക്വേറിയത്തിലാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ഉള്ളത് നമുക്ക് നോക്കാം. ഇതാണ് തുപ്പിത്തലയൻ അല്ലെങ്കിൽ ഫ്ലവർ ഓൺ ഫിഷ് എന്ന് പറയുന്നത്. ഇവനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഏതൊരു ഫിഷ് ലവറിൻ്റെയും ഫേവറേറ്റ് ഒരു ഫിഷാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇവനെ മറ്റൊരു ഫിഷുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവന്മാരുടെ കാര്യം പിന്നെ തീർന്നു. പിന്നെ വീട്ടിൽ പിന്നെ ഭാഗ്യമൊക്കെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. ചൈനീസുകാരന്മാരാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. മീനുകളിൽ തത്ത എന്നറിയപ്പെടുന്ന പാരറ്റ് ഫിഷ്. ഇവന്റെ മുഖരൂപം വെച്ചിട്ട് ലവ് ഫിഷ് എന്നൊക്കെ പറയാറുണ്ട്. ഇവൻ ഫ്ലവർ കൊണ്ട് അത്ര അഗ്രസീവ് അല്ല. ലോകത്ത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആംബിബിയനുകളാണ് ഇവ. ആക്സിലോട്ടുകൾ എന്നറിയപ്പെടുന്ന ഈ ഒരു ആംബിബിയൻ മെക്സിക്കോയിലാണ് കാണപ്പെടാറ്. ഇവനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവനെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിപ്പം വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. ലോകമെമ്പാടും പ്രശസ്തമായിട്ടുള്ള ഒരു ആകർഷക മത്സ്യമാണ് ഡിസ്കസ് ഫിഷ് എന്ന് പറയുന്നത്. മത്സ്യങ്ങളുടെ രാജാവ് എന്നൊക്കെയാണ് ഇവനെ പറയാറ്. അതുകൊണ്ട് തന്നെ റോയൽ ഫിഷ് എന്നൊരു പേരുമുണ്ട്. ആ ഒരു റോയൽ രീതിയിൽ വേണം ഇവനെ വളർത്താൻ. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊരു പറ്റിയ ഒരു ടൈപ്പ് ഫിഷ് അല്ല. നേരത്തെ രാജാവിനെയാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ മീനുകളിലെ ഓസ്കാറാണ് ഇവൻ എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം പെട്ടെന്ന് ഇണങ്ങി ചേരുന്ന ഒരു ടൈപ്പ് ഫിഷാണിത്. നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയാനും ഫുഡൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഫിഷാണിത്. അതുകൊണ്ട് തന്നെ പേഴ്സണാലിറ്റി ഫിഷ് എന്നൊക്കെ പറയാറുണ്ട് ഇതിന്. പിന്നെ പല വർണ്ണങ്ങളിലുള്ള നമ്മുടെ ടെട്രാ ഫിഷ് ഉണ്ടായിരുന്നു. അക്വേറിയം പ്രേമികളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഇതെന്ന് പറഞ്ഞത്. നമ്മുടെ അക്വേറിയം ടാങ്കിനകത്ത് ഇതിൻ്റെ ഒരു പല വെറൈറ്റീസ് തന്നെ എടുത്തിട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. പിന്നെ നല്ല രീതിയിൽ പ്ലാന്റഡ് അക്വേറിയംസ് ഒക്കെ ചെയ്തു കൊടുക്കും ഇവരെ. വെറൈറ്റീസ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാ ടൈപ്പ് ഫിഷ് ഫുഡും അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വെറൈറ്റികളെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ അതേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട ആക്സിലോട്ടുകളെ പോലെ ഇവിടെ വെറൈറ്റി ടൈപ്പ് ഷ്രിംസും ഉണ്ട്. പിന്നെ പല ടൈപ്പ് ക്രാബുകളുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ ആമ വരെ ഉണ്ട്. ഞാൻ കയറിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ള ഒരു അക്വേറിയമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.